മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. രാത്രി ഭക്ഷണത്തിന് ശേഷം വൈജയന്തി ഉറങ്ങുവാൻ വേണ്ടി തൻ്റെ മുറിയിലേക്ക് പോയി. വൈജയന്തിക്ക് പിന്നാലെ ബബിത ഒരു തലയണയുമായി ആ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ? എനിക്ക് തലയണയുണ്ട് ഇവിടെ. ഇത് എനിക്കാ. ഞാൻ ഇന്ന് അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. വൈജയന്തി ഒരു അമ്പരപ്പോടെ ചോദിക്കുകയാണ്, ഇവിടെ കിടക്കാനോ? നീ കൃഷ്ണമോളുടെ മുറിയിൽ കിടന്നാൽ മതി. ഇല്ല, എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ഒരു ദിവസം കിടക്കണം. അതെൻ്റെ ഒരു ആശയാണ്. അപ്പോൾ വൈജയന്തി ശുണ്ഠിയോടുകൂടി ചോദിക്കുകയാണ്, അവളുടെ കൂടെ പോയി കൊഞ്ചാൻ പിടിച്ചിട്ട് വന്നിരിക്കുക? അല്ലമ്മേ, സ്നേഹിക്കാൻ. ഞാൻ എൻ്റെ അമ്മയെ വേണ്ടതുപോലെ സ്നേഹിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. വൈജയന്തിയുടെ കണ്ണിൽ ഒരു നിമിഷം കൊണ്ട് കർപ്പൂരം അലിഞ്ഞു. അമ്മയും മകളും എത്ര അടുത്ത് നിൽക്കേണ്ടവരാ, എന്നിട്ട് നമ്മൾ വല്ലാതെ അകന്നുപോയി. ഇനി നമുക്ക് ഒരുമിച്ച് നിൽക്കാം അല്ലേ അമ്മേ? വൈജയന്തി ഒന്നും മിണ്ടാതെ കട്ടിലിൽ ചെന്നിരുന്നു. സംസാരിക്കുവാൻ അശക്തയായിരുന്നു. അവളുടെ ഹൃദയം വിങ്ങുന്നുണ്ടായിരുന്നു. ബബിതയും ആ കിടക്കയിൽ ചെന്നിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്. പുതിയ എപ്പിസോഡിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ഈ ചാനൽ കാണുന്നവരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ മാത്രം കണ്ടുപോകുന്നവരാണ്. നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാനും അത് സഹായകമായി മാറും. മാത്രവുമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തുടർന്ന് കേൾക്കുവാൻ പോകുന്ന ഭാഗങ്ങൾ നമ്മൾ കാണുന്ന പരമ്പരയിൽ നിന്നും അല്പം വ്യത്യസ്തതയുള്ള കാര്യങ്ങളാണ്. അതിനാൽ കുറച്ചേറെ ദൈർഘ്യമുള്ളത് കൊണ്ട് അത് ഒഴിവാക്കുവാനും കഴിയുന്നില്ല. പരമ്പരയിലും നോവലിലും ചില കാര്യങ്ങൾ വ്യത്യസ്തതയുണ്ട് എന്ന് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിവുള്ളതാണ്. പരമ്പരയിൽ വൈജയന്തി ബാങ്ക് ജോലിക്കാരിയാണ്. എന്നാൽ നോവലിലേക്ക് വരുമ്പോൾ വൈജയന്തി കോളേജിലെ അധ്യാപികയാണ്. പരമ്പരയിൽ നിന്നും വ്യത്യസ്തതയുള്ള പല കാര്യങ്ങളും പരമാവധി ഒഴിവാക്കി പറയുവാൻ വേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. എങ്കിലും ചിലപ്പോൾ ചില പിഴവുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ വൈജയന്തിയെ ടീച്ചർ എന്ന രീതിയിൽ സംബോധന ചെയ്തത്. അത് പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നോവൽ ഒഴുക്കനെ വായിച്ചു പോകുമ്പോൾ ഇടയിൽ വരുന്ന ചില മിസ്റ്റേക്കുകളാണ്. അത് സദയം ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുന്നു. തുടർന്ന് വരുവാൻ പോകുന്ന ഭാഗങ്ങൾ പരമ്പരയിൽ കാണുന്നതിൽ നിന്നും കുറച്ചധികം വ്യത്യസ്തതയുണ്ട്. കാരണം പരമ്പരയിൽ അലീന ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും മറ്റും നല്ല അറിവുണ്ട്. എന്നാൽ നോവലിലേക്ക് വരുമ്പോൾ ഇപ്പോഴും അലീന ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തതയില്ല. അലീന സ്റ്റാൻലിയുടെ മകളാണോ എന്നൊരു ഡൗട്ട് ഇപ്പോൾ അവരെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ പല എപ്പിസോഡുകളിലും ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും മാക്സിമം അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചധികം ഭാഗങ്ങൾ, അതായത് ഒന്നിലധികം അധ്യായങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി പരാമർശിച്ചു പോകാം എന്ന് തീരുമാനിച്ചാണ് നോവലിലെ ഭാഗങ്ങൾ അതുപോലെ തന്നെ അവതരിപ്പിക്കുവാൻ തുടങ്ങുന്നത്. കേൾക്കുന്നവർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ് ഇത് മുന്നമേ കൂട്ടി ഓർമ്മപ്പെടുത്തുന്നത്. വൈജയന്തി കണ്ണട വീണ്ടും തൻ്റെ മുഖത്ത് വെച്ചു ഒരു ഗൗരവം വരുത്തി. എന്നിട്ട് ബബിതയോട് പറയുകയാണ്, നിന്നെ തിരക്കി കൊച്ചിയിൽ നിന്ന് ഇവിടെ പോലീസ് വന്നിരുന്നു. അവർക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞു. നിനക്ക് ഏതോ സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് അവർക്കൊരു സംശയം. ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലെന്ന്. അവരെന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റാൻലി പപ്പയാണ് അത് കൈകാര്യം ചെയ്തത്. നീ എന്തിനാ വല്ലവരെയും ആശ്രയിക്കാൻ പോയത്? നിനക്ക് നിന്റെ അച്ഛനോട് പറയാമായിരുന്നില്ലേ? അച്ഛനോട് പറയാൻ പറ്റില്ലായിരുന്നു. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ എന്തിനാണ് സൂയിസൈഡ് ചെയ്യാൻ പോയതെന്ന്. ഇപ്പോഴും എനിക്കത് പറയാൻ പറ്റുന്നില്ല. അതാ ഞാൻ മുമ്പേ പറഞ്ഞത്, നമ്മൾ തമ്മിൽ ഒത്തിരി അകന്നു പോയെന്ന്. ഓഹോ, അത് ശരി. അപ്പം ഈ സ്റ്റാൻലിയോട് പറയാൻ മാത്രം നിനക്ക് എങ്ങനെ അയാളുമായിട്ട് അടുപ്പമുണ്ടായി? സ്റ്റാൻലി പപ്പയോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ രക്ഷിക്കാൻ വേണ്ടി അലിന ചേച്ചി അതിനകത്ത് ഇടപെട്ടതാണ്. എന്നാലും നിന്നോടുള്ള മതിപ്പ് മുഴുവൻ പോയില്ലേ? നിന്നെ വളർത്തിയ അച്ഛനമ്മമാരുടെ വിലയുമല്ലേ ഇടിഞ്ഞത്? അത് ശരി, അങ്ങനെയാണോ മാമച്ചൻ അങ്കിളുടെ വീട്ടിൽ വെച്ച് സ്റ്റാൻലി പപ്പ അമ്മയോട് പറഞ്ഞത്? എന്തൊരു സ്നേഹമായിരുന്നു സ്റ്റാൻലി പപ്പയ്ക്ക്. ചോദിക്കുന്നവരോട് പപ്പ പറയുന്നത് എൻ്റെ മോളാണെന്നാണ്. അറിയോ അമ്മയ്ക്ക്? അത്രയും കേട്ടപ്പോഴേക്കും വൈജയന്തിക്ക് വീണ്ടും ശ്വാസം വിലങ്ങി. അറിയാതെ അവൾ നെഞ്ചിനു മീതെ കൈപ്പടം വെച്ചു. എൻ്റെ ഈശ്വര, സ്റ്റാൻലി എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നോ അതോ അറിയാതെയാണോ? സ്വന്തം മോളെ പോലെയാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങിത്തരണമെന്നുണ്ടായിരുന്നു. സ്വർണം വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ സ്വർണ്ണക്കടക്കാരിയല്ലേ. കുറച്ച് ഡ്രസ്സ് വാങ്ങിത്തരാൻ പറ്റുമോ? ഞാൻ ജൗളിക്കടക്കാരിയല്ലേ. അതൊക്കെ എങ്ങനെ അറിഞ്ഞു സ്റ്റാൻലി? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ പാലായിലെ വലിയ ബിസിനസ്സുകാരനാണെന്നും അമ്മ പേര് കേട്ട കൊല്ലപ്പള്ളി കൈതക്കൽ തറവാട്ടിലെയാണെന്നുമൊക്കെ. വൈജയന്തി വീർപ്പടക്കിയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്കെല്ലാം അറിയാം. തൻ്റെ മോളാണെന്നറിഞ്ഞിട്ട് തന്നെയാണ് സ്നേഹം കാണിച്ചത്. ബബിത വീണ്ടും പറയുകയാണ്, സ്റ്റാൻലി പപ്പ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ വിഷമിച്ചു പോയനെ അമ്മേ. എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് പ്ലാൻ ഉണ്ടായിരുന്നു. പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ വാർത്ത വന്നേനെ. പപ്പയാ രക്ഷിച്ചത്. സത്യം പറഞ്ഞാൽ പപ്പയാ എന്നെ എറണാകുളത്ത് കൂട്ടിക്കൊണ്ടുപോയത് തന്നെ. സിറ്റി പോലീസ് കമ്മീഷണറെയും പ്രിൻസിപ്പളിനെയും ഒക്കെ കണ്ട് പപ്പ എനിക്ക് വേണ്ടി സംസാരിച്ചു.
മാമച്ചനങ്കിളും ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ റിമാൻഡിൽ സബ് ജയിലിൽ കിടന്നേനെ. ഏ അതിനു മാത്രം നീ എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ പറഞ്ഞില്ലേ അമ്മയോട്, എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ സെക്സ് റാക്കറ്റിൻ്റെ കണ്ണിയൊന്നും അല്ലായിരുന്നു. എന്നിട്ടും എനിക്ക് മരിച്ചു കളയണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഊഹിക്കാൻ കഴിയുമല്ലോ. വൈജയന്തിക്കും ചില ഊഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരാദ്യ മനസ്സിൽ നെരിപ്പോടുപോലെ കിടന്ന് നീറുന്നുണ്ട്. ആരെയും അറിയിച്ചിട്ടില്ല എന്ന് മാത്രം. ജീവിതത്തിൽ തോറ്റുപോയവളാണ് താൻ. പക്ഷേ അത് മറ്റുള്ളവരുടെ മുമ്പിൽ സമ്മതിച്ചു കൊടുക്കാൻ വയ്യ. അല്പനേരം വൈജയന്തി മൗനമായിരുന്നു. അതിനുശേഷം പറയുകയാണ്, നീ കിടന്നു, നാളെ നമുക്ക് സംസാരിക്കാം. കണ്ണടയൂരി മേശപ്പുറത്ത് വെച്ചിട്ട് വൈജയന്തി കിടന്നു. ലൈറ്റ് അണച്ച് ബബിതയും കിടന്നു. മറുവശത്തേക്ക് ചരിഞ്ഞു കിടന്ന അമ്മയെ വലതുകരം നീട്ടി ബബിത കെട്ടിപ്പിടിച്ചു. വൈജയന്തി അനങ്ങുന്നില്ല. അല്പം കഴിഞ്ഞപ്പോൾ ബബിത ചോദിക്കുകയാണ്, അമ്മ എന്താ അങ്ങോട്ട് തിരിഞ്ഞു കിടന്നത്? ഒരുമാതിരി പിണക്കമുള്ളതുപോലെ. വൈജയന്തി എന്നിട്ടും മൗനം ആചരിക്കുകയാണ്. ബബിത അല്പം കഴിഞ്ഞ് ബലം പ്രയോഗിച്ച് അവരെ തിരിച്ചു കിടത്താൻ ശ്രമിച്ചപ്പോൾ അവൾ വഴങ്ങി. ഫാൻ കറങ്ങുന്ന ശബ്ദം മാത്രമേ ഉള്ളൂ. ബബിത തലയണയ്ക്ക് മേൽ ചുമൽ കയറ്റിവെച്ച് ഒരു പുതപ്പെട്ട് തൻ്റെയും അമ്മയുടെയും ശരീരം പുതച്ചു. അമ്മയുടെ കഴുത്തിനടിയിലൂടെ കൈയിട്ട് ശിരസ് തൻ്റെ തോളിലേക്ക് ചേർത്തു പിടിച്ചു. ഞാൻ എത്ര നാളായി അമ്മയുടെ കൂടെ ഇങ്ങനെയൊന്ന് കിടന്നിട്ട്. വൈജയന്തിക്ക് പ്രതികരണമൊന്നുമില്ല. ബബിത മന്ത്രിക്കുകയാണ്, അമ്മയോട് എനിക്കിപ്പോൾ വഴക്കൊന്നുമില്ല കേട്ടോ. നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അതെൻ്റെ അറിവില്ലായ്മ കൊണ്ടാ. എനിക്കറിയാം, ഞാൻ അമ്മയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ സൂയിസൈഡ് ചെയ്യാൻ പോയപ്പോഴൊക്കെ അമ്മയ്ക്ക് ഭയങ്കര മനപ്രയാസമുണ്ടായിട്ടുണ്ട് എന്നെനിക്കറിയാം. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയമ്മേ. എല്ലാറ്റിനും ഞാനിപ്പോൾ ക്ഷമ ചോദിക്കുക. അമ്മ എന്നോട് പൊറുക്കണം കേട്ടോ. ഉത്തരവൊന്നുമില്ല. തോളിനു മീതെ ഇളം ചൂടുള്ള നനവ്, നിശബ്ദം ഉരുകിയൊഴുകുന്ന ചുടുനീർച്ചാൽ, ഹൃദയത്തിൽ പിടഞ്ഞടങ്ങുന്ന ഏങ്ങലുകൾ. അമ്മ കരയുകയാണെന്ന് മനസ്സിലായപ്പോൾ ബബിതയ്ക്കും കരച്ചിൽ വന്നു. അവൾ അമ്മയുടെ മുഖം ഒന്നുകൂടി തൻ്റെ തോളിലാക്കി അമർത്തിപ്പിടിച്ചു. കണ്ണുനീരോടെ ആ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവളുടെ വലതുകരം വൈജയന്തിയുടെ ശിരസിനു മീതെ പതിയെ തലോടിക്കൊണ്ടേയിരുന്നു. തുടർന്ന് കാണുന്നത് ശിവശങ്കര മേനോനെയാണ്. ശിവശങ്കര മേനോൻ പുനലൂരിലെത്തിയിരിക്കുകയാണ്. കാർ റോഡരികിൽ മരത്തണലിൽ ഒതുക്കിയിട്ടിട്ട് ശിവശങ്കരൻ പുറത്തിറങ്ങി. കാറിൻ്റെ ഡോറിന്മേൽ ചാരി നിന്നുകൊണ്ട് ഗംഗാധര മേനോനെ മൊബൈൽ ഫോണിൽ വിളിച്ചു. മാലതിയാണ് ആദ്യം ഫോൺ എടുത്തതെങ്കിലും ഉടൻ തന്നെ ഗംഗാധര മേനോൻ ലൈനിൽ വന്നു. ശിവ, നീ എവിടുന്നാ വിളിക്കുന്നത്? ഗംഗേട്ട, ഞാൻ പുനലൂരിലെത്തി. സ്റ്റാൻലിയെ കണ്ടുപിടിച്ചോ? ഇല്ല, ഞാനിപ്പം രാജീവനെ വിളിച്ചിരുന്നു സിംഗപ്പൂരിലേക്ക്. അവൻ പറയുന്നത് അലീന വൈജയന്തിയുടെ മോളായിരിക്കാൻ ഒരു സാധ്യതയുമില്ലെന്നാ. ഓഹോ, അത് അവനെങ്ങനെ അറിയാം? കഴിഞ്ഞ വർഷം ജയന്തി ആക്സിഡന്റിൽപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രാജീവ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അന്ന് ഞങ്ങൾ ബാലചന്ദ്രനുമായി ഒരു ചർച്ച നടത്തിയിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞത് അലീന അയാളുടെ സ്വന്തം മകളാണെന്നായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നീ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കണ്ട ശിവ. ബാലചന്ദ്രൻ നമ്മളെ 1 വർഷത്തോളം വിഡ്ഢികളാക്കി എന്ന് കരുതിയാൽ മതി. കൊല്ലത്ത് തങ്കശ്ശേരിയിലാണ് അലീനയുടെ അമ്മ താമസിച്ചിരുന്നതെന്നാണ് അന്ന് ബാലചന്ദ്രൻ പറഞ്ഞത്. ക്ലാഡിസ് എന്നോ മറ്റോ പേരും പറഞ്ഞിരുന്നു. അത് ബാലചന്ദ്രൻ മെനഞ്ഞുണ്ടാക്കിയ കഥയാണെന്ന് വിചാരിച്ച് തൽക്കാലം വിട്ടുകളയുക. നീ പുനലൂരിൽ എവിടെയാണ് സ്റ്റാൻലിയുടെ തറവാടെന്ന് ആദ്യം അന്വേഷിക്കുക. ഗംഗേട്ട, ആ വീട്ടുപേര് ഞാനങ്ങ് മറന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എടാ, എനിക്കതറിയാമായിരുന്നു. ഈയിടെ ഭയങ്കര മറവി. നീ ഒരു കാര്യം ചെയ്, ജയന്തിയോട് ചോദിച്ചു നോക്ക്, അവൾ മറക്കില്ല. ശരി ഗംഗേട്ട, ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം ഞാൻ വിളിക്കാം. ഓക്കെ, നീ ആരാണെന്നോ എന്തിനു വന്നതാണെന്നോ ആരോടും പറഞ്ഞേക്കരുത്. സ്ഥലമോ വീടോ വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് എവിടെയും കയറി ചെല്ലാം. അല്ലെങ്കിൽ സ്റ്റാൻലിയുടെ കൂടെ പണ്ട് ആഗ്രയിൽ ജോലി ചെയ്തിരുന്ന ഒരു സുഹൃത്താണെന്ന് പറഞ്ഞാലും മതി. ശരി ഗംഗേട്ട. ശിവശങ്കര മേനോൻ അവിടെ നിന്നുകൊണ്ട് തന്നെ വൈജയന്തിയെ വിളിച്ച് സ്റ്റാൻലിയുടെ തറവാട്ട് പേരന്വേഷിച്ചു. കൊട്ടാരമറ്റത്തിൽ എന്ന് വൈജയന്തിയുടെ മറുപടിയും കിട്ടി. വീടെവിടെയെന്ന് കണ്ടുപിടിക്കുവാൻ ശിവശങ്കര മേനോൻ പലരുടെയും സഹായം തേടി. ചിലർക്ക് കൊട്ടാരമറ്റം തറവാട്ട് പരിചയമുണ്ടായിരുന്നു. 12:30 മണിയോടെ ശിവശങ്കര മേനോന്റെ കാറ് കൊട്ടാരമറ്റം തറവാട്ടിന്റെ മുറ്റത്തെത്തി. റോബർട്ടിന്റെ ഭാര്യ ആൻസിയും കുട്ടികളും ആൻസിയുടെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. റോബർട്ട് പത്തനാപുരത്തൊരു കല്യാണത്തിന് പോയിരിക്കുകയാണ്. ആൻസിയാണ് ശിവശങ്കര മേനോനോട് സംസാരിച്ചത്. താൻ സ്റ്റാൻലി ജോസഫിന്റെ പഴയൊരു സുഹൃത്താണെന്നും മിലിറ്ററിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നുവെന്നും പേര് അരവിന്ദാക്ഷൻ എന്നാണെന്നും ശിവശങ്കര മേനോൻ പറഞ്ഞു. ഓട്ടോറിക്ഷക്കാരോട് വഴി ചോദിച്ചാണ് ഇവിടെ വരെ വന്നു പറ്റിയത്. എൻ്റെ വീടങ്ങ് അങ്കമാലിയിലാണ്. സ്റ്റാൻലിയുടെ പേരും വീട്ടുപേരും അറിയാം. സ്ഥലം പുനലൂരാണെന്നും വേറൊന്നും ഒരു പിടിപാടുമില്ല. അപ്പോൾ ആൻസി പറയുകയാണ്, ലാലിച്ചായൻ ഇവിടെയല്ല താമസം. ലാലിച്ചായനോ? അതാരാണ്? ആ ചോദ്യം കേട്ട് ആൻസി പുഞ്ചിരിയോടുകൂടി വീണ്ടും പറയുകയാണ്, സ്റ്റാൻലി ചായ എന്നുള്ള വിളി ലാലിച്ചായ എന്നായി പോയതാ. പണ്ട് മുതൽക്കേ അങ്ങനെയാ ഇവിടെ എല്ലാവരും വിളിക്കുന്നത്. ഓ, അങ്ങനെയാണല്ലേ. കക്ഷി ഇപ്പോൾ എവിടെയാ? കുളത്തുപുഴയാ. അവിടെ ഒരു ബംഗ്ലാവും റബ്ബർ തോട്ടവും ഒക്കെ ഉണ്ട്. കയറിയിരിക്കാൻ മേലെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശിവശങ്കര മേനോൻ വന്ന കാറും ആളിൻ്റെ വേഷഭൂഷാദികളിലുള്ള പ്രൗഢിയുമൊക്കെ കണ്ടപ്പോൾ ക്ഷണിച്ചിരുത്തി ആദരിക്കേണ്ട ആളാണെന്ന് ആൻസിക്ക് തോന്നി. പോരെങ്കിൽ ലാലിച്ചായൻ്റെ സഹപ്രവർത്തകനായിരുന്ന സ്നേഹിതനും.
അപ്പോൾ ശിവശങ്കര മേനോൻ പറയുകയാണ്, ഒന്നും വേണ്ട, ഞാൻ കുളത്തുപുഴ ചെന്ന് സ്റ്റാൻലിയെ കണ്ടോളാം. സ്റ്റാൻലിക്ക് 4 കുട്ടികളല്ലേ, എൻ്റെ ഓർമ്മ എങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് പോകണ്ടേ? ഉടനെ ആൻസി, ആ 4 പറയാം. ഒരല്പം മടിച്ച് സംശയത്തിനിട നൽകുന്ന ആലോചനയോടെയാണ് ആൻസി അത് പറഞ്ഞത്. ശിവശങ്കര മേനോൻ ആ ഉത്തരത്തിലെ അസ്വാഭാവികത മണത്തറിഞ്ഞു. അയാൾ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ? 4 പേര് തികച്ചില്ലാത്തതുപോലൊരു മറുപടി. സാർ ലാലിച്ചായൻ്റെ കൂട്ടുകാരനായ സ്ഥിതിക്ക് അറിയാമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ. ഇത്രയും കാലം 3 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞ കൊല്ലം അറിഞ്ഞത് ഒരാളും കൂടി ഉണ്ടെന്ന്. പെട്ടെന്ന് ശിവശങ്കര മേനോൻ ജാഗരൂകനായി. ഒരു രഹസ്യത്തിന്റെ താക്കോൽ അയാളുടെ നെഞ്ചിലിരുന്ന് വിറകൊണ്ടു. ഇതെന്തു പറ്റി? ഒരാളിടയ്ക്ക് മിസ്സായി പോയെന്നോ? പിന്നീട് കണ്ടുകിട്ടിയതാണോ? ആ, അങ്ങനെയും പറയാം. ആൻസി ഒരു നിഗൂഢതയിൽ നിർത്തി. ഛേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ, ഞാൻ അങ്ങോട്ടല്ലേ പോകുന്നത്, സ്റ്റാൻലിയോട് തന്നെ നേരിട്ട് ചോദിക്കാമല്ലോ. അതിപ്പോൾ പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. ലാലിച്ചായന് കല്യാണത്തിന് മുമ്പുണ്ടായ ഒരു കൊച്ചാ അത്. ശിവശങ്കര മേനോന്റെ മനസ്സും മുഖവും പെട്ടെന്ന് മുറുകി. കല്യാണത്തിന് മുമ്പോ? അങ്ങനെ കല്യാണത്തിന് മുൻപായിരുന്നെങ്കിൽ ഞാൻ അറിയാതെ വരില്ലല്ലോ. കല്യാണത്തിന് ശേഷവും കുറച്ചു കാലം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. ശിവശങ്കര മേനോൻ ചൂണ്ടയിൽ ഇര കുരുക്കി അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ആൻസി അപ്പോൾ സ്വരം താഴ്ത്തി ഔത്സുഖ്യത്തോടെ പറയുകയാണ്, ഇതാർക്കും അറിയത്തില്ലായിരുന്നേ. ലാലിച്ചായന് പോലും അറിയത്തില്ലായിരുന്നു. ലാലിച്ചായൻ ആഗ്രയിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഒരു പാലാക്കാരി പെണ്ണുമായിട്ട് പ്രേമത്തിലായി. അവർ കുറച്ചു കാലം ഒന്നിച്ചായിരുന്നു. പക്ഷേ വിവരമറിഞ്ഞ ഉടൻ തന്നെ ആങ്ങളമാർ വന്ന് ആ പെണ്ണിനെയും പിടിച്ചോണ്ടങ്ങ് പോയി. ആ ബന്ധം അങ്ങനെ അലസിപ്പോയി. പക്ഷെ ആ പെണ്ണന്ന് ഗർഭിണിയായിരുന്നു. അവൾ പ്രസവിച്ച കുഞ്ഞിനെ അവളുടെ വീട്ടുകാർ തിരുവനന്തപുരത്തെ ഒരു ഓർഫനേജിൽ കൊണ്ടുവന്ന് തള്ളി. എന്നാ ദുഷ്ടതരമൊക്കെയാണെന്ന് നോക്കണേ. പെട്ടെന്ന് ശിവശങ്കര മേനോന്റെ മുഖം വിളറി. മുഖത്തെ ഭാവപകർച്ച ആരും തിരിച്ചറിയാതിരിക്കുവാൻ അയാൾ തൂവാലയെടുത്ത് വെറുതെ മുഖം തുടച്ചു. 23 കൊല്ലം ആ കൊച്ചൊരു അനാഥയായിട്ട് അവിടെ കഴിഞ്ഞു. അതിനെ എടുത്തു വളർത്തിയത് ബ്രിജീതാമ്മ എന്നു പേരുള്ളൊരു സ്ത്രീയാ. ഏതോ അസുഖം വന്ന ആ സ്ത്രീ മരിച്ചുപോയി. പക്ഷെ മരിക്കുന്നതിന് മുൻപ് ഉള്ള സത്യങ്ങളൊക്കെ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞു. അപ്പോഴല്ലേ മനസ്സിലായത് അത് ലാലിച്ചായൻ്റെ മോളായിരുന്നുവെന്ന്. ശിവശങ്കര മേനോൻ ഉദ്വേഗത്തിന്റെ കൊടുമുടിയിലെത്തി നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, ആ കുട്ടിയുടെ പേര് പറഞ്ഞില്ലേ? അലീന. ദോഷം പറയരുതല്ലോ, അതുപോലൊരു പെങ്കൊച്ചിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത്രയ്ക്കും മിടുക്കിയ. ലാലിച്ചായനും കുടുംബവും എത്ര കാലമായിട്ട് അകന്ന് ജീവിക്കുന്നവരാണെന്നറിയാമോ? അലീന വന്നാണ് അവരെ തമ്മിൽ ഒന്നിപ്പിച്ചത്. ഇവിടെയും വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പിള്ളേർക്കുമൊക്കെ വലിയ കാര്യമാണ്. അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശിവശങ്കര മേനോൻ തന്നിൽ അവശേഷിച്ചിരുന്ന ശ്വാസവും ശക്തിയും സംഭരിച്ച് ഒരു ചോദ്യം കൂടി ചോദിച്ചു. അലീനയ്ക്ക് അറിയാമായിരുന്നോ അവളുടെ അമ്മയും സ്വന്തക്കാരും ആരൊക്കെയാണെന്നും എവിടെയൊക്കെയാണെന്നും? പിന്നെ ഇല്ലാതെ. അതറിഞ്ഞോണ്ടല്ലേ അവൾ പാലായിക്ക് പോയത്. അമ്മയും കൂടപ്പറപ്പുകളെയും കാണുവാൻ അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും കൂടി തല്ലി ഓടിച്ചു. ദുഷ്ടക്കൂട്ടങ്ങളാ, മനുഷ്യപ്പറ്റില്ലെന്നേ. എന്തായാലും അവസാനം അവൾ എത്തേണ്ട ഇടത്ത് തന്നെ എത്തി. ലാലിച്ചാൻ അവളെ പൊന്നുപോലെയാ നോക്കുന്നത് കേട്ടോ. അവൾക്കും പപ്പയെന്ന് വെച്ചാൽ ജീവനാ. ഇനി എന്തെങ്കിലും ചോദിക്കാനും പറയാനും വയ്യാതെ ശിവശങ്കര മേനോന്റെ തൊണ്ടയിലെ ഉമിനീർ വറ്റി. അയാൾ പതിയെ തിരിഞ്ഞ് മുൻപോട്ട് നടക്കുകയാണ്. ഈ സമയത്ത് ആൻസിയുടെ ശബ്ദം ദൂരത്തു നിന്ന് ശിവശങ്കര മേനോൻ വീണ്ടും കേട്ടു. 2 മിനിറ്റ് നിന്നിരുന്നെങ്കിലേ ഞാൻ ചായയോ കാപ്പിയോ എടുക്കായിരുന്നു. ശിവശങ്കര മേനോൻ തന്റെ കാറിനടുത്തേക്ക് നടന്നിട്ടും തീരുന്നില്ല. പാദങ്ങൾ നിലത്തുറയ്ക്കുന്നതേയില്ല. സിറ്റൗട്ടിൽ അയാളെ നോക്കി വിസ്മയാധീനയായി നിന്ന ആൻസിക്കും അങ്ങനെ തന്നെ തോന്നി. റോഡിലേക്ക് ചാഞ്ഞു നിന്ന റബ്ബർ മരങ്ങളുടെ കീഴിൽ കാർ ഒതുക്കിയിട്ട് ശിവശങ്കര മേനോൻ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തതുപോലെ അല്പസമയം വെറുതെ ഇരുന്നു. പിന്നെ ഒരു സംശയം തീർക്കാനെന്ന പോലെ സെൽഫോൺ എടുത്ത് നീലഗിരിയിലേക്ക് വിളിച്ചു. മാലതി മേനോനായിരുന്നു ഫോൺ എടുത്തത്. അവർ തൻ്റെ ഫോൺ കോൾ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്ന് ശിവശങ്കരന് തോന്നി. ശിവശങ്കരൻ ഇപ്പോൾ എവിടെയാ? ഞാൻ പുനലൂരിൽ തന്നെ ഉണ്ട്. സ്റ്റാൻലിയുടെ വീട്ടിൽ പോയില്ലേ? പോയി. അക്കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. എന്നിട്ട് സ്റ്റാൻലിയെ കണ്ടോ? ഇല്ല. സ്റ്റാൻലി കുളത്തുപുഴ എന്നൊരു സ്ഥലത്താണ് താമസം. അലീനയും സ്റ്റാൻലിക്കൊപ്പമാണോ? ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. സ്റ്റാൻലിയുടെ തറവാട്ടിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയോ? അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മകള് സ്റ്റാൻലിക്ക് ഉണ്ടെന്ന് സ്റ്റാൻലി പോലും അറിഞ്ഞത് കഴിഞ്ഞ വർഷമാണത്രേ. അപ്പോൾ മാലതി പറയുകയാ, ശിവശങ്കര, ഇനി ഒട്ടും സംശയിക്കണ്ട. ജയന്തി സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അലീന കടപ്പാട്ടൂരേക്ക് വന്നത്. എങ്ങനെയോ ആ രഹസ്യം ചോർന്ന് ബാലചന്ദ്രൻ അറിഞ്ഞു. അതുകൂടാതെ ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ സ്റ്റാൻലിയാണ് അലീനയുടെ പപ്പ എന്ന വിവരവും ബാലചന്ദ്രൻ മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ബാലചന്ദ്രൻ അവളെ സ്റ്റാൻലിയുടെ അടുത്ത് തന്നെ എത്തിച്ചത്. അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുകയാണ്, മാലതിയടുത്തേക്ക് എല്ലാ വഴിയും ആരോ പറഞ്ഞു തന്നതുപോലെ ഉണ്ടല്ലോ. എനിക്കറിയാം, ആരും പറയണ്ട. ഇതങ്ങനെ വരാനേ വഴിയുള്ളൂ. എന്റെ സംശയം അതല്ല മാലതിയടുത്തി. ഇത് സത്യമാണെങ്കിൽ ബാലചന്ദ്രൻ എന്തുകൊണ്ട് ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചു? അയാൾക്ക് ജയന്തിയെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ ഇത് തന്നെ ധാരാളം മതിയായിരുന്നില്ലേ?
ആ, അങ്ങനെയൊക്കെ ചെയ്തില്ല എന്ന് പുറമേ നിന്ന് കാണുന്ന നമുക്ക് തോന്നുന്നതല്ലേ. മാലതിയടത്തി, ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞാൽ അവളെ പിന്നെ ആ വീട്ടിൽ താമസിപ്പിക്കുവോ? അവളെ ആട്ടിപ്പായിക്കേണ്ടതല്ലേ ആ വീട്ടിൽ നിന്ന്? ആരായാലും അതല്ലേ ചെയ്യൂ. ഹാ, അത് അവളുടെ മിടുക്ക്. ഒരുപക്ഷെ അലീനയ്ക്ക് വേണ്ടിയായിരിക്കാം ബാലചന്ദ്രൻ ആ രഹസ്യം ഇതുവരെ മൂടിവെച്ചത്. അവസാനത്തെ വെടിക്കുള്ള ബുള്ളറ്റ് തന്റെ തോക്കിലാണല്ലോ ഉള്ളതെന്ന് സമാധാനിച്ചും കാണും. എന്നാലും മാലതിയടത്തി, സ്റ്റാൻലിയെ തേടിപ്പിടിച്ച് അയാളുടെ കയ്യിൽ തന്നെ അവളെ ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ വെറുതെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് തന്റെ മോളാണ്, വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞാൽ പോരല്ലോ. സ്റ്റാൻലിയുടെ മുമ്പിൽ പോയി ഇരുന്നു കൊടുക്കണ്ടേ? കാര്യങ്ങളെല്ലാം വിശദീകരിക്കണ്ടേ? അതും സ്വന്തം ഭാര്യ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച കുട്ടിയുടെ അച്ഛനാണ് മുൻപിലിരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് അതിനൊക്കെ ഒരു വല്ലാത്ത മനസാന്നിധ്യം തന്നെ വേണ്ടേ? ശിവശങ്കര, അതിന് മനസാന്നിധ്യം എന്ന് പറഞ്ഞാൽ പോരാ, മഹാമനസ്കത എന്ന് തന്നെ പറയണം. സ്റ്റാൻലിയെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ബാലേന്ദ്രന് വേദനിച്ചിട്ടുണ്ടാവാം. സ്വന്തം ഭാര്യയെ താൻ അറിയാതെ പങ്കുവെച്ചയാളാണ് മുൻപിലിരിക്കുന്നത്. അതിനെ വേദനയെന്ന് വിളിച്ചുകൂടാ, നെഞ്ചിലെ തീക്കുണ്ടമാണത്. എന്നിട്ടും അതെല്ലാം സഹിച്ചു ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സ്റ്റാൻലിക്ക് വേണ്ടി അല്ലെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അലീനയോട് അത്രമാത്രം കടപ്പാടും സ്നേഹവും ബാലചന്ദ്രനുണ്ടായി എന്ന് കരുതിയാൽ മാത്രം മതി. അതിൽ അതിശയിക്കാനൊന്നുമില്ല. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കും കാണാൻ പറ്റും അലീനയാണ് ബാലചന്ദ്രനെയും ആ കുടുംബത്തെയും താങ്ങി നിർത്തിയതെന്ന്. മാലതിയടത്തി, ഞാനിപ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷനില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ശിവശങ്കരൻ, സ്റ്റാൻഡ് താമസിക്കുന്നിടത്തേക്കൊന്ന് പോ. എന്തിന്? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അലീനയും സ്റ്റാൻലിയും ജീവിക്കുന്ന ചുറ്റുപാടുകൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അവരുടെ കൂടെ ആരൊക്കെയുണ്ട്? അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ, അതോ അടുത്ത ബന്ധുക്കൾക്ക് മാത്രമേ അറിയുകയുള്ളൂ? അലീനയെ പ്രസവിച്ച അമ്മ ആരാണെന്ന് ബന്ധുക്കൾക്കോ മറ്റുള്ളവർക്കോ വ്യക്തമായ ധാരണയുണ്ടോ? ഇതൊക്കെ അറിയണ്ടേ? ഹാ, അതിനുവേണ്ടി ഞാൻ അവിടം വരെ പോകണോ മാലതിയടത്തി? സ്റ്റാൻലിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ടെന്നറിയാൻ ബബിതയോട് ചോദിച്ചാൽ പോരെ? ശിവശങ്കരമേനോൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ബബിതയോട് ചോദിച്ചാൽ ബബിത പറയുവോ? പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. ശിവശങ്കര, അലീന ജയന്തിയുടെ മോളാണെന്ന് ബബിത ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്നാണോ ശിവശങ്കരൻ വിശ്വസിക്കുന്നത്? മാലതിയുടെ ചോദ്യം കേട്ട് ശിവശങ്കരമേനോന് ഒരു ഉൾക്കിടിലമുണ്ടായി. ഹ, ബബിത അറിഞ്ഞെന്നോ? മാലതിയടത്തി, അവളാണ് എന്നെയും ജയന്തിയെയും എറണാകുളത്തെ വീട്ടിൽ വെച്ച് സ്റ്റാൻലിക്ക് പരിചയപ്പെടുത്തിയത്. എല്ലാം അറിയാമെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുവോ? ശിവ, എല്ലാം അറിയാവുന്ന നീ എന്താ ചെയ്തത്? എല്ലാം അറിയാവുന്ന സ്റ്റാൻലിയും ജയന്തിയും എന്താ ചെയ്തത്? പിന്നെ ബബിതയ്ക്ക് മാത്രം എന്തുകൊണ്ട് അഭിനയിച്ചുകൂടാ? ഏയ്, ഒരിക്കലും ഇല്ല മാലതിയടത്തി. കാറിൽ വെച്ച് ജയന്തി അവളോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അവൾ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് പരീക്ഷിക്കുകയായിരുന്നു. പക്ഷേ ബബിതയുടെ മറുപടിയിൽ നിന്ന് സംശയിക്കാൻ തക്കവണ്ണം ഒന്നും കിട്ടിയില്ല. എൻ്റെ ശിവ, അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന് ബബിത അറിഞ്ഞിട്ടുണ്ടാവില്ലേ? ആ വീട്ടിൽ സ്റ്റാൻലിയുടെ ബന്ധുക്കളോടൊപ്പം താമസിക്കുമ്പോൾ സ്റ്റാൻലിയെ അലീന പപ്പയെന്ന് വിളിക്കുമ്പോൾ അയാൾ അവളെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ച് സ്നേഹിക്കുമ്പോൾ അതൊന്നും മനസ്സിലാകാത്ത പൊട്ടിയൊന്നും അല്ലല്ലോ ബബിത. ആ, അതും ശരിയാണ്. ശിവ, അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന് എപ്പോഴെങ്കിലും ബബിത നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അവൾക്കത് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്റ്റാൻലിയുടെ മകളാണ് അലീന എന്ന് ഞങ്ങളോട് പറയാതിരിക്കേണ്ട ഒരു കാര്യവുമില്ല അവൾക്ക്. ശിവ, പറയാതിരിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല, ഉത്സാഹത്തോടെ അത് നിങ്ങളോട് പറയേണ്ടതുമാണ്. നമ്മൾ വിചാരിച്ചതുപോലെ അലീന ചേച്ചി അനാഥയൊന്നും അല്ല കേട്ടോ. അലീന ചേച്ചിക്ക് പപ്പയുണ്ട്, സ്വന്തക്കാരുണ്ട്, എല്ലാവരുമുണ്ട്. അങ്ങനെയല്ലേ അവൾ പറയേണ്ടത്? അതും ശരിയാണ്. പക്ഷെ അവൾ അത് പറയാതെ മറച്ചു വെച്ചു. എന്താ കാരണം? അലീന സ്വന്തം കൂടപ്പറപ്പാണെന്നും തൻ്റെ അമ്മ തന്നെയാണ് അലീനയുടെയും അമ്മയെന്നും ബബിത അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ശിവശങ്കരമേനോൻ ഫോണും കയ്യിൽ പിടിച്ച് സ്തബ്ധനായിരുന്നു. പാലായിലെ വാടക വീട്ടിൽ വൈജയന്തിയും ബബിതയും കൃഷ്ണജയും ഒന്നിച്ചിരിക്കുന്ന രംഗം അയാളുടെ മനസ്സിലേക്ക് വന്നു നിറഞ്ഞു. ബബിതയുടെ നാവിൽ നിന്ന് ഏതു നിമിഷവും ആ സത്യം പൊട്ടി വീണേക്കാം. മാലതി വീണ്ടും ചോദിക്കുകയാണ്, ഈ സ്റ്റാൻലി താമസിക്കുന്ന സ്ഥലം ഏതാണെന്നാ പറഞ്ഞത്? കുളത്തുപുഴ. നീ അവിടേക്കൊന്ന് ചെല്ലു ശിവ. അലീനയെ നിനക്ക് കാണണമെന്ന് തോന്നുന്നില്ലേ? നമ്മുടെ ജയന്തിയുടെ മോളല്ലേ അത്? അപ്പോൾ ശിവശങ്കരമേനോൻ, ഗംഗേട്ടൻ എവിടെ മാലതിയടത്തി? ഗംഗേട്ടനോടുകൂടി എനിക്കൊന്ന് ചോദിക്കണം. ഗംഗേട്ടന് ഒരു ഗസ്റ്റ് ഉണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുക. നീ കോള് കട്ട് ചെയ്തോ, ഗംഗേട്ടനെ കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിപ്പിക്കാം. ശരിയെന്ന് പറഞ്ഞ് ശിവശങ്കരമേനോൻ കോൾ കട്ടാക്കി. 1/4 മണിക്കൂറോളം റോഡരികിൽ കാത്തു കിടന്ന ശേഷമാണ് ഗംഗാധരമേനോന്റെ കോൾ വന്നത്. ശിവ, മാലതി എന്നോടെല്ലാം പറഞ്ഞു, അതാ വിളിക്കാൻ ഞാൻ താമസിച്ചത്. മാലതി പറഞ്ഞതുപോലെ നീ കുളത്തുപുഴയ്ക്കൊന്ന് പോ. അലീനയോടും സ്റ്റാൻലിയോടും സംസാരിച്ച് കഴിയുമെങ്കിൽ നീ അവരുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കണം. അതായത് അലീന ജയന്തിയുടെ മോളാണെന്ന രഹസ്യം ഇനി ആരും ഒരിക്കലും അറിയരുത്. അറിഞ്ഞവർ അത് ഭദ്രമായി സൂക്ഷിക്കണം. ഇനിമേലിൽ സ്റ്റാൻലിയുടെ വീടും ജയന്തിയുടെ വീടും തമ്മിൽ യാതൊരു സമ്പർക്കവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ശിവശങ്കരമേനോൻ, സ്റ്റാൻലിയും അലീനയും എന്തിന് ആ ഡിമാൻഡ് അംഗീകരിക്കണം? അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടം ഗംഗേട്ട? അത് ഡിമാൻഡ് അല്ല ശിവ, അത് നമ്മുടെ ഒരു അപേക്ഷയാണ്.
ഒരു കുടുംബം തകർന്നു പോകാതിരിക്കാനാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. പക്ഷേ ബാലചന്ദ്രൻ അറിയാമല്ലോ ഗംഗേട്ട എല്ലാം. നമ്മൾ അടക്കി പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം അയാൾ പൊട്ടിക്കില്ലേ ഒരു ദിവസം. അലീനയും സ്റ്റാൻലിയും മനസ്സ് വെച്ചാൽ ബാലചന്ദ്രനെ പിന്തിരിക്കാൻ പറ്റിയേക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ അത്രയ്ക്കൊരു റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ ഗംഗേട്ട? എടാ, നീ വിചാരിക്കുന്നത് പോലെയല്ല. ഇപ്പോഴിത് നമ്മുടെ പ്രശ്നമാണ്. നമ്മളൊക്കെ കോടതി കയറി ഇറങ്ങേണ്ടി വരും. ഇതൊരു റിട്ടയർഡ് കേണലും പാലായിലെ ഒരു വ്യവസായ പ്രമുഖനും ഒരു കോളേജ് അധ്യാപികയും ഓർഫനേജിൽ നിന്ന് വന്ന ഒരു അനാഥ പെൺകുട്ടിയും ഉൾപ്പെട്ട ഒരു സെൻസേഷണൽ സ്റ്റോറിയാണല്ലോ എന്ന് ഏതെങ്കിലും ഒരു പത്രക്കാരനോ മാസികക്കാരനോ തോന്നിയാൽ എല്ലാം പത്രത്തിൽ അടിച്ചു വരും. ഞാനിങ്ങ് നീലഗിരിയിലായതുകൊണ്ട് എന്നെ അത്ര കണ്ടിത് ബാധിക്കില്ല. എന്നാലും നമ്മുടെ ആളുകളെല്ലാം അറിയില്ലേ? നിനക്ക് കൊല്ലപ്പള്ളിയിൽ റോഡിലിറങ്ങി നടക്കണമെങ്കിൽ തലയിൽ മുണ്ടിടേണ്ടി വരും. ഒരു കേസും കൂടെ വന്നാലോ? ജയന്തിയുടെ കുഞ്ഞിനെ അത് മരിച്ചുപോയി എന്നവളെ തെറ്റിദ്ധരിപ്പിച്ച് അനാഥാലയത്തിൽ ഉപേക്ഷിച്ചതിന്. ഗംഗേട്ട, ജയന്തി നമുക്കെതിരെ കേസിന് പോവോ? കേസിന് ജയന്തി തന്നെ വേണോ? പൊതു താല്പര്യ ഹർജി എന്ന് പേരിട്ട് ആർക്കാ ഇതൊക്കെ ചെയ്തുകൂടാത്തത്? അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ കുളത്തുപുഴയ്ക്ക് പോകണമെന്നാണോ ഗംഗേട്ടൻ്റെ അഭിപ്രായം? അത് വെച്ച് താമസിപ്പിക്കണ്ട ഗംഗേട്ട. എനിക്കൊരു ചളിപ്പുണ്ട്. എന്തു പറഞ്ഞാ ഗംഗേട്ട ഞാനവിടെ ചെല്ലേണ്ടത്? അതിനൊരു കാരണം വേണ്ടേ? ബബിത അവിടെ മറന്നു വെച്ചത് എന്തെങ്കിലും എടുക്കാനാണെന്ന് നീ പറ. അവളുടെ ഡ്രസ്സും ബാഗും എല്ലാം അലീനയുടെ അടുത്തുണ്ട്. അത് മതിയല്ലോ കാരണം. നീ അത് എടുക്കാൻ വേണ്ടി ചെന്നതാണ്. പക്ഷേ ബബിത അതെന്നോട് പറഞ്ഞിട്ടില്ല എടുത്തോണ്ട് ചെല്ലണമെന്ന്. നീ ബബിതയെ ഒന്ന് വിളിച്ച് ചോദിക്ക്. ഞാനിപ്പോൾ കുളത്തുപുഴയ്ക്ക് സമീപമുണ്ട്, നിന്റെ ബാഗ് എടുക്കണമെന്ന്. എൻ്റെ ബാഗ് കുളത്തുപുഴയാണ് ഇരിക്കുന്നതെന്ന് അങ്കിൾ എങ്ങനെ അറിഞ്ഞു എന്ന് അവൾ ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും ഗംഗേട്ട? അവൾ അലീനയോടൊപ്പം കുളത്തുപുഴയിലായിരുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ലേ നിന്റെ അടുത്ത്? ഇല്ല, അവളതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് വല്ലാത്തൊരു നൂലാമാലയാണല്ലോ. നീ അവളെ വിളിച്ചു പറ, തിരുവനന്തപുരത്ത് പോയിട്ട് മടങ്ങുകയാണ്. ആയൂർ, പുനലൂർ, പത്തനാപുരം വഴിയാണ് തിരിച്ചു വരുന്നത്. വേണമെങ്കിൽ പുനലൂരിലിറങ്ങി സ്റ്റാൻലിയുടെ വീട്ടിൽ നിന്ന് ബാഗ് എടുക്കാമെന്ന്. കൊള്ളാം. അത് കേൾക്കുമ്പോഴേ അവൾ പറയും അങ്കിളിന് അതൊക്കെ ബുദ്ധിമുട്ടാകും, അങ്കിൾ നേരെ ഇങ്ങി പോന്നേക്കാൻ. ശരി, നീ ബബിതയെ അറിയിക്കാതെ തന്നെ കുളത്തുപുഴയ്ക്കങ്ങ് പോ. ബാഗ് എടുക്കാൻ വന്നതാണെന്ന് അലീനയോട് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അവിടെ ചെന്ന വിവരം എന്തായാലും അലീന ഫോൺ വിളിച്ച് ബബിതയെ അറിയിക്കാതിരിക്കില്ല. അറിയിച്ചോട്ടെ. നീ തിരിച്ചു ചെല്ലുമ്പോൾ ബബിതയെ വിളിച്ച് സ്വകാര്യമായിട്ട് സംസാരിക്കണം. കുളത്തുപുഴയ്ക്ക് നീ പോയില്ലെങ്കിൽ കൂടി അത് ചെയ്യണം. കാരണം ബാലചന്ദ്രനെ പോലെ ബബിതയും ഇപ്പോൾ ഒരു ടൈം ബോംബ് ചാർജ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതെപ്പോൾ പൊട്ടുമെന്ന് നമുക്കറിയില്ല. നീ അവളെ കൂടി കയ്യിലെടുത്തേ പറ്റൂ. അപ്പോൾ ഞാൻ പോയി നോക്കാം, അല്ലേ? നീ ധൈര്യമായിട്ട് ചെല്ലു ശിവ. ആരും നിന്നെ ഹിംസിക്കാനൊന്നും പോകുന്നില്ല. ശിവശങ്കര മേനോൻ വീണ്ടും വണ്ടി മുൻപോട്ടെടുത്തു. ഈ എപ്പിസോഡ് ഇതോടുകൂടി പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.